സഹോദരങ്ങളെ, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ആരും മൽജയിനെ മറന്നു പോകണ്ട. മൽജ ഒരുപാട് ത്യാഗം സഹിച്ചിട്ട് വളർന്നതാണ്. ഒരുപാട് ആളുകൾക്ക് സാമൂഹ്യ ജീവകാരുണ്യ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് മൽജ ഇന്ന് ആ നിലക്ക് നിൽക്കുന്നത്. 16-18-16ഓളം കൊല്ലങ്ങളായിട്ടുണ്ടെങ്കിലും പറയത്തക്ക ബിൽഡിങ്ങുകളില്ല, പറയത്തക്ക ബിൽഡിങ്ങുകൾ അവിടെ കാണാൻ കഴിയില്ല. അതേസമയം സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് ഒരുപാട് ദഅവകൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് നമ്മളെ ഏരിയകളിലുള്ള പാവപ്പെട്ടവർക്ക് റിലീഫ് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി സഹായം നൽകുന്നു, സാദാത്ത് റിലീഫിന് സഹായം നൽകുന്നു, യതീമുകൾക്ക് സഹായം നൽകുന്നു. പാവപ്പെട്ട ഒരുപാട് രോഗികൾക്ക്, അശരണർക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് റിലീഫ് നടത്തുന്നു മൽജി. ഇപ്പോഴും അതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഖിയാമത്ത് നാൾ വരെ പാവപ്പെട്ടവന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ദഅവാ രംഗത്ത് ഒരു അഭയകേന്ദ്രമാണ് എന്നതിൽ ആർക്കും സംശയമില്ല. അതിന്റെ തറക്കല്ലിട്ടത് ഒന്നരായ ശൈഖുന താജുൽ ഉലമയാണെന്നത് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് ഒന്നരായ നമ്മുടെ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു തആല സുബ്ഹാനഹു അസീസ് തങ്ങളുടെ ആണ്ട് നേർച്ചയും അനുസ്മരണയും നടത്തുന്ന മഹത്തായ ദിക്ർ സ്വലാത്താണ് മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് 21-ാം തീയതി വ്യാഴാഴ്ച മൽജയിൽ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രവർത്തകരെയും എല്ലാ ആളുകളെയും ഞാൻ ഒന്നുകൂടി മൽജയിന്റെ ദിക്ർ സ്വലാത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മഗ്രിബ് നിസ്കരിച്ചിട്ട് തുടങ്ങും, 9:30 മണിയാകുമ്പോൾ തീരും. നിങ്ങൾ ആർക്കും ഒരു പ്രയാസമില്ല. അതുകൊണ്ട് ഇടക്കിടക്ക് നിങ്ങൾ മൽജയിന്റെ ദിക്ർ സ്വലാത്തിൽ വരണം, ശ്രദ്ധിക്കണം, മൽജയിനെ ശക്തിപ്പെടുത്തണം, മൽജയിന് സഹായ സഹകരണങ്ങൾ നൽകണം. മൽജയ് എപ്പോഴും ഒരു അഭയകേന്ദ്രമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കണമെന്ന് നിങ്ങൾ ദുആ ചെയ്യണം. അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്